RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധ അസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണ് സതീശനെന്നും അക്കാലത്ത് RSS ആക്രമണത്തിന്റെ ടാർഗറ്റായിരുന്നു താനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 2001-ലും 2006-ലും പിന്തുണ നേടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം. അതേസമയം ഡീൽ പുറത്തുവന്നതോടെ LDF പരുങ്ങലിലെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും CPIM BJP ഡീൽ എന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിയുകയാണ് പൊതുരാഷ്ട്രീയം. ഡീൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി ഇന്നും VD സതീശനെയാണ് ലക്ഷ്യമിട്ടത്. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. ഡീൽ ആരോപണം PR ഏജൻസി എഴുതിക്കൊടുക്കുന്നതാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് CPIയും ഇന്ന് രംഗത്തെത്തി. ഗോൾവെക്കറുടെ പടത്തിന് മുമ്പിൽ നമ്ര ശിരസ്കനായി നിൽക്കുന്ന ഒരാളെ കണ്ടു നമ്മൾ. ആ ആളാരാണ്? അത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അത് കണ്ട കേരളമാണ്. ഡീൽ ആരോപണം തെളിയിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ VS സുനിൽകുമാർ വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? അതേസമയം മുമ്പ് വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ VD സതീശൻ കണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി തന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. RV ബാബു തട്ടിപ്പുകാരനെന്ന് VD സതീശന്റെ മറുപടി. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂർ താമസിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ. ശബരിമലയിൽ വെച്ച് എന്താ പറഞ്ഞത്? സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ അഭിപ്രായം മാറ്റില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റില്ല എന്ന് പറഞ്ഞത് അഭിപ്രായം മാറ്റി. ഡീൽ ആരോപണത്തിൽ നിന്ന് കുതറിമാറാൻ CPIM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോപണം ആവർത്തിച്ച് പ്രതിരോധത്തിലാക്കാനാണ് UDF നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.